ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും ഇത് 2024 എടുത്ത വീഡിയോ ആണ് കേട്ടോ. പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയെന്നേ ഉള്ളൂ. ഞങ്ങളങ്ങനെ വാട്ടർ മെട്രോ കാണാൻ പോവാണ്. കുറേ നാളെ നമ്മുടെ നാട്ടിൽ വാട്ടർ മെട്രോ വന്നിട്ട്, പക്ഷേ ഇതുവരെ പോകാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഈ സൺഡേ എന്തായാലും വാട്ടർ മെട്രോയ്ക്കുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനുള്ള പോക്കാണ്. നല്ല തിരക്കുണ്ട് എറണാകുളത്ത്. ഒരുപാട് ആളുകൾ സൺഡേ ഈവനിങ് ആയതുകൊണ്ട് കാറ്റ് കൊള്ളാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഒരുപാട് ക്രൂയിസുകളിവിടെ ഉണ്ട്. ഇപ്പോൾ വൺ ഡേ ട്രിപ്പിനായാലും നൈറ്റ് സ്റ്റേക്കായാലും ക്രൂയിസ് എടുത്ത് ഒന്ന് കറങ്ങുക എന്നുള്ളതൊരു ട്രെൻഡാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ പോയിന്റിലെത്തി. നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ തന്നെ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ബിൽഡിങ്ങും നല്ല എംബിളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ അവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിക്കുന്ന ഈ കാഴ്ച കണ്ടത്. നല്ല തിരക്കാണ്, അത്യാവശ്യം വലിയ ക്യൂ ആണ്. നമുക്ക് വൺ സൈഡ് ടിക്കറ്റ് മാത്രമേ അവർ തരുള്ളൂ. അവിടെ നിന്ന് റിട്ടേൺ വരണമെങ്കിൽ അവിടെ വീണ്ടും ഇത്രയും വലിയ ക്യൂവിൻ്റെ പിറകെ പോയി നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ അവസാനം ക്യൂ നിന്ന് ഞങ്ങളുടെ ടേൺ എത്തി. 2 ടിക്കറ്റാണ് എടുത്തത്, എനിക്കും ശിവഗംഗയ്ക്കും. നമ്മൾ അവിടെ നിന്ന് കാറ് കയറണമെങ്കിൽ കാറ് നെക്സ്റ്റ് ജെട്ടിയിൽ എത്തണമല്ലോ. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കാറിലാണ് അപ്പുറത്തേക്ക് പോയത്. ഞാനും ശിവഗംഗയും മാത്രമാണ് ഇപ്പോൾ മെട്രോയിൽ കയറാൻ പോകുന്നത്, വാട്ടർ മെട്രോയ്ക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ കൊച്ചി മെട്രോ ട്രെയിനിൻ്റെ പോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ടിക്കറ്റാണ്. പക്ഷേ കളറ് ഗ്രീൻ ആണെന്നോ, നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു പച്ചപ്പ്, അതാണ് ഗ്രീൻ കളർ ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ അകത്തേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. 3-4 നിരയായിട്ടാണ് ക്യൂ വാട്ടർ മെട്രോയിൽ കയറാനായിട്ട്. ഇത്രയും ക്യൂ ശരിക്കും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും ആൾക്കാർക്ക് വാട്ടർ മെട്രോയിൽ കയറാനുള്ള ഒരു ആഗ്രഹമുണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ക്യൂ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഷിപ്പ് വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൽ കൊള്ളാവുന്ന ആളുകളെ അവർ കയറ്റും. അപ്പോൾ നെക്സ്റ്റ് ഷിപ്പിലാണോ അതോ അതിന് ശേഷം 3ാമത്തെ ഷിപ്പിലാണോ നമ്മുടെ ടേൺ വരികയെന്ന് അറിയില്ല. എന്തായാലും ഇത്രയും ആളുകൾ കയറാനുണ്ട്. ക്യൂ നിന്ന സമയത്ത് 1-2 ഫോട്ടോസ് എടുത്താണ് ഞങ്ങൾ സമയം കളഞ്ഞത്. അങ്ങനെ അവസാനം ഞങ്ങളുടെ ടേൺ വന്നെത്തി. അപ്പോൾ ഞങ്ങൾ ഷിപ്പിലേക്ക് കയറാൻ പോവാണ്, വാട്ടർ മെട്രോയുടെ ഷിപ്പിലേക്ക്. ഞങ്ങളുടെ ക്യൂവിൽ ഏറ്റവും അവസാനത്തെ ആളായിട്ടാണ് ഞാൻ കയറിയത്. അതിനുശേഷം പിന്നെ ആരെയും കയറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് 2ാമത്തെ മെട്രോ ഷിപ്പിൽ തന്നെ കയറി. ഇതാ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇത് എയർ കണ്ടീഷനാണ്, അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ കയറുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് എഞ്ചിനും ഡ്രൈവറുടെ ക്യാബിനൊക്കെയാണ്. റൈറ്റ് സൈഡിലുള്ള വലിയൊരു ക്യാബിനിലേക്കാണ് നമ്മുടെ യാത്രക്കാരെ കൊണ്ടുപോകുന്നത്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല സീറ്റൊക്കെ ഉണ്ട്. എയർ കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് കായലിൻ്റെ ചൂടൊന്നും എടുക്കണ്ട. കുറേ പേര് നിൽക്കേണ്ടി വരും, കാരണം ഫുൾ പേർക്ക് ഇരിക്കാനുള്ള സീറ്റില്ല. അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തെ യാത്രയല്ലുള്ളൂ എന്ന് വിചാരിച്ച് എല്ലാവരും നിൽക്കുന്നുണ്ട്. പിന്നെ നിന്ന് തന്നെ യാത്ര ആസ്വദിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാട്ടർ മെട്രോയിൽ ഫസ്റ്റ് യാത്ര തുടങ്ങാൻ പോവുകയാണ്. 2 സൈഡ് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ശിവഗംഗയ്ക്ക് ഏറ്റവും ബാക്കിലെ ടിക്കറ്റ് എക്സാമിനറുടെ സീറ്റ് അവർ കൊടുത്തു. അപ്പോൾ ഞാനും അതിൻ്റെ സൈഡിൽ പോയിരുന്നു. അവർ എവിടേക്കോ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയ വഴിയിലുള്ള യാത്രകളാണിത്. നല്ല രസമുള്ള ഒരു കാഴ്ചകളായിരുന്നു. ഫുൾ വെള്ളവും അതിൻ്റെ അപ്പുറത്ത് വെക്കുന്ന ഫ്ലാറ്റുകളും പിന്നെ നമ്മുടെ ഷിപ്പുകളും ക്രൂയിസുകളും, വലിയ ഇന്ത്യൻ നേവിയുടെ കുറേ ഷിപ്പുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. വാട്ടർ മെട്രോ വന്നപ്പോൾ നിരവധി ആളുകൾ ഈ യാത്ര എങ്ങനെയുണ്ടെന്നൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊച്ചി മെട്രോ വന്നപ്പോഴും മെട്രോയിലൊന്ന് കയറണമെന്ന് വിചാരിക്കാത്ത മലയാളികൾ കുറവാണല്ലോ. അപ്പോൾ എന്തായാലും ഈ വാട്ടർ മെട്രോ കയറുന്ന ആളുകൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവർ കൊടുക്കുന്നത്. ഇടയ്ക്ക് വല്ല ജ്യൂസോ സ്നാക്സോ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചും കൊണ്ട് യാത്ര ചെയ്യാമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അവർ തരില്ല. അപ്പോൾ ഞങ്ങൾ അവസാനം ഈ യാത്ര ചെയ്ത് അവിടെ എത്തി. ഏകദേശം എത്താറായി. ബോട്ടിൻ്റെ സ്പീഡ് സ്ലോ ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ തൊട്ടടുത്ത് പായലൊക്കെ കിടക്കുന്നുണ്ട്. ബോട്ട് ഏകദേശം നിർത്താൻ പോവുകയാണ്. അപ്പോൾ 2 സൈഡിലുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് വാട്ടർ മെട്രോയുടെ ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും പിറകിലാണല്ലോ ഇരിക്കുന്നത്, അതിനാൽ ഏറ്റവും ആദ്യം ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ആദ്യം ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഷിപ്പ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മുടെ ക്യാബിനിൽ നിന്ന് ഡ്രൈവറോ ആരെങ്കിലും വന്നിട്ട് വേണം ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ. നമുക്ക് ഒറ്റയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ ഞങ്ങളുടെ ഡോർ ഓപ്പൺ ചെയ്തു. ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഒരു ലേഡി അവിടെ നിൽക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ ഈ ഷിപ്പിലെ ക്യാപ്റ്റൻ തോന്നുന്നു. അവർ വന്ന് ഈ ഡോർ ഓപ്പൺ ചെയ്ത് തരണം. വീണ്ടും ലേഡീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം, നമ്മുടെ വാട്ടർ മെട്രോയിലെ സാരഥികളെല്ലാം കൂടുതൽ ലേഡീസ് ആയിരിക്കുമെന്ന് ഇപ്പോൾ തോന്നുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നമ്മുടെ യാത്ര സക്സസ്ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്.
ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങാനുള്ള ഒരു സ്റ്റെപ്പ് കൂടി അവർ വെച്ചിട്ടുണ്ട്. സാധാരണ എല്ലാ ബോട്ടിലും വെക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ശിവഗംഗയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞാനും ഇറങ്ങി. അതിനുശേഷം ഈ ഒരു ഡോക്കിലൂടെ കടന്നു പോകണം. എല്ലാവരും ബാഗിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പുറം ഇപ്പുറം നല്ല പായലുണ്ട്. കൊച്ചി കായലിലെ പായലാണിതെല്ലാം. ഞങ്ങളുടെ നാട്ടിൽ പാഴി എന്നൊക്കെ പറയും. ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണല്ലോ. അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഈ ട്രിപ്പിൽ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്നും നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാറിലാണ് തിരിച്ച് തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്നത്. ടിക്കറ്റ് എടുക്കാനുള്ള ആളുകളെ കണ്ടോ. നമ്മുടെ കേരളത്തിലെ വാട്ടർ മെട്രോയിലെ ഞങ്ങളുടെ ഫസ്റ്റ് യാത്രയാണിത്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു. ബൈ.